റിന്യൂവബിൾ എനർജി ലോകത്ത് ഏറ്റവും ബസ്വേർഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് സത്യത്തിൽ റിന്യൂവബിൾ എനർജി. ഇപ്പം എന്താണെന്നറിയോ, ഒരു ലോകത്തെ ഏറ്റവും ടെക്നോളജി ഓറിയൻറ്റേഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നൂറ്റാണ്ടിൻ്റെ കരിയർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഏത് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ പോകുന്നൊരു ഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് പ്രശ്നങ്ങളാണ് പറയാം. ഒന്ന് വെള്ളത്തിൻ്റെ ലഭ്യത, രണ്ടാമത്തെ എനർജി സബ്സ്റ്റിറ്റ്യൂഷൻസ്. കാരണം ഈ ഫോസിൽ ഫ്യൂവലിൻ്റെയൊക്കെ ഉപഭോഗം കുറയുന്നതിനനുസരിച്ച് അപ്പം ഞാൻ പറഞ്ഞ റിന്യൂവബിൾ എനർജി കോഴ്സ് +2 അതിന് +2 സയൻസ് വേണം അല്ലേ? കൊമേഴ്സ് ആയാലും കുഴപ്പമില്ല, ഹ്യൂമാനിറ്റീസ് പറ്റില്ല എന്നേ ഉള്ളൂ. പിന്നെ ITI ഇലക്ട്രീഷ്യൻ ഓർ വയർമാനോ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ ITI കഴിഞ്ഞ ആർക്കും ഈ റിന്യൂവബിൾ എനർജി ടെക്നോളജി കോഴ്സിന് ചേരാം. അത് ടിസിൻ്റെ സർട്ടിഫിക്കേഷനാണ്. അതിൽ ഏറ്റവും വലിയ നമ്മൾ വേൾഡ് ഈസ് ഗോയിങ് ഫോർ സസ്റ്റൈനബിലിറ്റി എന്നാണ്. SDG ഗോൾസിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവമാണ് റിന്യൂവബിൾ എനർജി എന്നുള്ളത്. അപ്പോൾ ആ ഒരു പൊസിഷനിങ്ങിലേക്ക് ആ ഒരു ജോലി സാധ്യത വളരെ കൂടുതലാണ്. വിൻഡ് എനർജി, ബയോഗ്യാസ്, സോളാർ, അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. എല്ലാത്തിലും വരുന്നു. അതോടൊപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ ഫങ്ഷണൽ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതൊക്കെ ഈ കോഴ്സിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ടെസ്റ്റിന്റെ ഒരു സിലബസ് അത് തന്നെയല്ലേ, ഘടന അത് തന്നെയല്ലേ? അതിവിടെ ക്ലാസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, പാർട്ണറാണ് വരുന്നുണ്ട് അല്ലേ?